ഉച്ചക്കത്തെ ആഹാരം ഞങ്ങൾ കഴിച്ചിറങ്ങി. കുറച്ച് പേര് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒന്നിച്ച് ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഇല്ല. KSEBിയുടെ ഒരു ചെറിയ ക്യാൻറ്റീനാണ്. അപ്പോൾ നമ്മൾ ഇതിലെ വരുന്ന വിവരം നേരത്തെ അറിയിച്ചത് കൊണ്ട് നമുക്കുള്ള ആഹാരം എല്ലാം അവിടെ റെഡിയാക്കി വച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഡാം പണിയുന്ന സമയത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളൊക്കെയാണ്. പൂർണ്ണമായിട്ടും കരിങ്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ തകർന്നു പോയിട്ട് അവിടെയെല്ലാം ഓരോ മരങ്ങളെല്ലാം കിളുത്ത് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുക. മേൽക്കൂരയൊന്നുമില്ല, ഭിത്തിയൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പം ഇവിടെ വരുന്നവരെല്ലാം അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. മുഴുവൻ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ പടർന്ന് നിൽക്കുക. കാണാൻ നല്ല രസമാണ്. ഒരു കാലത്ത് ഇവിടെ മുഴുവനും ബ്രിട്ടീഷുകാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ടോ, ഇത് കൊച്ചുപമ്പയിലാണല്ലോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അവിടെ KSEBിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ആ താഴെ കാണുന്നതല്ല. മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്. ഇത് കണ്ടോ, പത്തനംതിട്ടയിലേക്ക് 90 കിലോമീറ്റർ. നമ്മൾ അതുവഴിയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 വേ ആണെന്നുള്ളത്. ഈ വനത്തിൽ കൂടെയുള്ള യാത്രയിൽ നമുക്ക് ഈ കുന്തിരിക്കം, ദേവദാരു, രുദ്രാക്ഷം ഇങ്ങനെയുള്ള മരങ്ങൾ ധാരാളം നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു ഭാഗം മുഴുവൻ നിൽക്കുന്ന കല്യാണ സൗഗന്ധികം. നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്ത മരങ്ങൾ തന്നെയാണ് അവിടെ മുഴുവൻ നിൽക്കുന്നത്. മനോഹരമായ കാഴ്ച തന്നെയാണ്. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, നോഹയുടെ പെട്ടകം. ഈ പെട്ടകം നിർമ്മിച്ച മരമെന്ന് പറയുന്നത് അതിൻ്റെ പേര് ഗോഫർ എന്നാണ്. ആ ഒരു മരം നമ്മൾ പോകുന്ന വഴിക്കുണ്ട്. ഈ ഗോഫർ എന്ന് പറയുന്ന മരം ലോകത്ത് തന്നെ ഇപ്പം 2 സ്ഥലത്തെ ഇത് കണ്ടെത്തിയിട്ടുള്ളൂ. ഒന്ന് ആസാമിൻ്റെ ഉൾവനത്തിൽ എവിടെയോ ഒരെണ്ണമുണ്ട്, ഒന്ന് ഈ ഗവിയിലുണ്ട്. അത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗവിയിലേക്ക് വരാൻ വേണ്ടി KSRTC സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 5:30-നും ഉച്ചയ്ക്ക് 12:30-നും പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് കുമളിയിലേക്കും, കുമളിയിൽ നിന്ന് അതേ സമയം തന്നെ തിരിച്ച് പത്തനംതിട്ടയ്ക്കും ബസ്സുണ്ട്. ഏതാണ്ട് 200-250 രൂപയുണ്ട് ബസ് ചാർജ് ഉള്ളൂ കേട്ടോ. ഇത് 1 വേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ സർവീസ് നടത്തുന്ന ബസ് കുമളിയിൽ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. ഈ 2 ട്രിപ്പിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ സ്വകാര്യ വാഹനങ്ങൾക്ക് പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് കടത്തിയും പെടത്തില്ല. ഞാൻ പറഞ്ഞ ഗോഫർ മരം തേണ്ട ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നില്ല. തേണ്ട ഈ അണക്കെട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ വലിയ മരം, അതാണ് ഗോഫർ മരം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. അത് ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണിക്കുകയാണ്. ആ ഒരു വലിയ മരമാണ് ഗോഫർ. ഞങ്ങളിപ്പം KSRTCയുടെ ഈ വിനോദയാത്ര പാക്കേജ് വന്നുകൊണ്ടാണ് ഞങ്ങളവിടെ കൊട്ടവഞ്ചി സവാരിയും ഇതുമെല്ലാം നടത്തിയത്. നമ്മൾ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ സർവീസ് നടത്തുന്ന ബസ്സിന് വരുവാണെങ്കിലും നമ്മൾ ഈ വനത്തിലെ കാഴ്ചകളെല്ലാം കണ്ടുപോകാം. ഇവിടെ ഈ വനത്തിലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല. 90 കിലോമീറ്റർ കൊടും വനത്തിൽ കൂടെയുള്ള യാത്ര. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ആന, കാട്ടുപോത്ത്, മ്ലാവ്, മയില്, അങ്ങനെ കുറേ മൃഗങ്ങളെല്ലാം കണ്ടു. ഇപ്പോഴത്തെ ഗവി ടൗണ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗവി ടൗണിലോട്ട് ഞങ്ങൾ ഇനി ഇറങ്ങുക. ഇതാണ് ഗവി. ഗവി ടൗണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കരുതി വലിയൊരു ടൗണായിരിക്കുമെന്ന്. ഒരു 4-5 മുറി മാത്രമേ അവിടെ ആകെയുള്ളൂ. ഇത് കണ്ട് ഒരു റേഷൻ കട, അതിനോട് ചേർന്ന് തന്നെ ഗവി പോസ്റ്റ് ഓഫീസ്, അതിനോട് ചേർന്ന് ഒരു ചെറിയ കടയുണ്ട് അവിടെ. അവിടെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയുണ്ട്. ഞങ്ങൾ വരുന്നിടം വരെ ഇവിടം വളരെ വിജനമായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ പണ്ട് അഭയാർത്ഥികളായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 10-18 കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 10-90 കുടുംബമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഈ വനത്തിൻ്റെ അകത്തെല്ലാം താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല പച്ച ആയിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും ഒക്കെയുണ്ട്. പിന്നെ ഇവിടെ വനത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന കുന്തിരിക്കം, തേന്, ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും വാങ്ങിച്ചു. ഞാനും വാങ്ങി.
അതിൻ്റെ ഗുണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീട്ടിൽ ചെന്ന് ഉപയോഗിച്ചാലും നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നല്ലതായിരിക്കും. കുന്തിരിക്കമൊക്കെ ആ മരത്തിൻ്റെ തൊലിയും അതിൻ്റെ കറയും ഇതും എല്ലാം കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്, മരത്തിൽ തന്നെ കൊത്തിയെടുത്തിരിക്കുന്ന. പക്ഷേ ഈ വനത്തിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഈ കടയിലെ ഒരാളുണ്ട്, ആ പുള്ളി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെയെല്ലാം ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു LP സ്കൂളും ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഗവി ടൗൺ. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വന്ന ബസ്സാണ് ആ കിടക്കുന്നത്. ഗവിയിലെ മൊത്തം കെട്ടിടമാണ് ഈ കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ഗവി ടൗൺ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കരുതി വലിയ ടൗൺ ആയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആകപ്പാടെ 4-5 മുറികളുള്ള ഒരു കെട്ടിടം. ഞങ്ങളുടെ ബസ്സാണ് ആ കിടക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ സമയം 5 മണിയാകാറായി. ഞങ്ങൾ പുലർച്ചെ 5 മണിക്കാണ് ബസ്സിൽ കയറിയത്. 12 മണിക്കൂർ ആയിട്ടുള്ള യാത്രയിലായിരുന്നു. 90 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ കാനനഭംഗിയും ഡാമുകളും ഒക്കെ കണ്ടുള്ള ഒരു മനോഹരമായ യാത്ര തന്നെയാണിത്. ബസ്സിലേക്ക് എല്ലാവരും കയറി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് പോകാൻ സമയമായി വരുന്നു. കാലം എത്ര ചെന്നാലും മനസ്സിൽ നിന്നും മായാത്ത കുറേ നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഗവി എന്ന സുന്ദരമായ കുഞ്ഞു ഗ്രാമത്തോട് ഞങ്ങളും യാത്ര പറയുകയാണ്.